നമസ്കാരം. കഴിഞ്ഞ ജൂൺ 14 മുതൽ നമ്മുടെ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ 4-ാം ബേയിൽ ഒരു യുദ്ധവിമാനം F-35 യുദ്ധവിമാനം ലാൻഡ് ചെയ്ത വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു മാസത്തിനടുത്താകാൻ പോകുന്നു. 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ കൃത്യമായ തകരാറ് പരിഹരിച്ച് ആ യുദ്ധവിമാനം തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തതിൻ്റെ ധർമ്മസങ്കടത്തിലാണ് ബ്രിട്ടീഷ് നാവിക സേനയും അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ റോയൽ നേവി, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, എൻജിനീയർമാരൊക്കെ. HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന അവരുടെ വിമാനവാഹിനി കപ്പൽ ഇന്ത്യയുടെ തീരത്ത് നിന്ന് ഏകദേശം 150 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യയും ബ്രിട്ടനും സംയുക്തമായിട്ട് ഒരു പരിശീലനം നടത്തുന്നതിനിടയിലാണ് പറന്നുയർന്ന ഈ വിമാനത്തിന് തിരിച്ച് അനുകൂലമല്ലാത്ത കാലാവസ്ഥ കാരണവും കൂടിയ തിരമാല കാരണവും കപ്പലിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ അടിയന്തരമായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വാർത്ത. ഇന്ധനം തീരാൻ പോകുന്നു, അതുകൊണ്ട് എവിടെയെങ്കിലും പെട്ടെന്ന് ഇറക്കിയേ പറ്റൂ. അങ്ങനെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുന്നു തിരുവനന്തപുരത്തെ. അവിടെ അനുമതി കൊടുക്കുന്നു. പക്ഷേ അന്ന് രാവിലെ മുതൽ തന്നെ ഇങ്ങനെ ഒരു പരിശീലന പറക്കലും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഏകദേശം ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി നൽകണം എന്ന് അവർ ബന്ധപ്പെട്ടിരുന്നു എയർ ട്രാഫിക് കൺട്രോളിനെ. അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അനുമതി ആദ്യമേ കൊടുത്തിരുന്നു. ഈ F-35 യുദ്ധവിമാനത്തിന് F-35B ആ വിമാനത്തിന് അന്ന് രാത്രിയിൽ ഇതുപോലെ അവിടെ ഇറങ്ങാൻ പറ്റാത്തതോടെ അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് ഇറക്കുകയാണ് ചെയ്തത്. ഇത്രയും വാർത്തകൾ നമ്മൾ അറിഞ്ഞ സംഭവമാണ്. അവിടെ ഇറക്കി. പിന്നീടുള്ള കാര്യങ്ങളാണ് അതിലേറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് അടിയന്തര ലാൻഡിങ് ഇറക്കിയിട്ട് ഇത്ര ദിവസവുമായിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോൾ ആ രാജ്യത്തിനുണ്ടാകുന്ന ഒരു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പം നമ്മളതാണെങ്കിൽ പോലും നമ്മളുടെ അതീവ സുരക്ഷയുള്ള യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടും എല്ലാ ഇതിലും അതീവ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനം നമ്മുടെ യാതൊരു വിധത്തിലുള്ള കൺട്രോളിലും അല്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ പരിധിക്കുള്ളിൽ സൂക്ഷിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതാണിപ്പോൾ ബ്രിട്ടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇറക്കിയ വിമാനത്തിന് ഇന്ധനം തീർന്നു പോയി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ധനം അടിച്ചതിന് ശേഷം പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിൻ്റെ ഹൈഡ്രോളിക് തകരാറിലായി എന്നുള്ള കാര്യം പൈലറ്റ് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ അത് കപ്പലുമായി ബന്ധപ്പെടുന്നു. HMS പ്രിൻസ് ഓഫ് വെയിൽസുമായി ബന്ധപ്പെടുന്നു. അവർ പറഞ്ഞു അവിടെ തന്നെ നിർത്തുക, ഇവിടെ നിന്നും അത് നന്നാക്കാനുള്ള അടിയന്തരമായിട്ട് അത് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഹൈഡ്രോളിക് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് വിമാനം അവിടെ നിന്ന് പറത്തിക്കൊണ്ടുവരാനുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തും എന്ന് പറയുന്നു. അടുത്ത ഹെലികോപ്റ്ററിൽ അവരിവിടെ എത്തുന്നു. പക്ഷേ ആ വിമാനം നന്നാക്കാൻ സാധിക്കാതെ വീണ്ടും അവർ പ്രതിസന്ധിയിലാവുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് പോലെ ഇന്ത്യ തന്നെ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈ വിമാനം നന്നാക്കി തരാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാം, എയർ ഇന്ത്യയുടെ ഹാങ്ങറിലോട്ട് മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടൻ അത് സമ്മതിച്ചില്ല എന്നതാണ് വസ്തുത. കാരണം അവരുടെ അതീവ സുരക്ഷിതമായ ഒരു സാധനം, യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം, അതിൽ എന്തൊക്കെ തന്ത്രപ്രധാനമായ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് എന്നതൊക്കെ ആ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുമ്പോൾ കൃത്യമായിട്ടും ഇന്ത്യക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ത്യക്ക് അത് പരിശോധിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യക്ക് അതീവ രഹസ്യങ്ങളെല്ലാം മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടന് ഈ വിമാനം നന്നാക്കാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന CNN റിപ്പോർട്ട് ചെയ്ത വാർത്ത. ഈ വിമാനം ബ്രിട്ടന് നന്നാക്കാൻ സാധിക്കാതെ വരുന്ന ഘട്ടത്തിൽ ഈ വിമാനം പൊളിച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ്. ആ പൊളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബ്രിട്ടൻ്റെ വിമാനം അധികം വൈകാതെ തന്നെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും എന്നുള്ളതാണ് വാർത്ത. ഏകദേശം $100 മില്യൺ ഉണ്ട് ഈ വിമാനത്തിൻ്റെ വില. അത്രയും വിലപിടിപ്പുള്ള ഒരു വിമാനം അതീവ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതീവ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു രാജ്യത്തിൻ്റെ തന്നെ യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് യുദ്ധമുഖത്ത് പോരാടേണ്ട ഒരു വിമാനം അത് മറ്റൊരു രാഷ്ട്രത്ത് നന്നാക്കാൻ സാധിക്കാതെ, അതിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാൻ സാധിക്കാതെ ഒരു രാജ്യത്ത് സൂക്ഷിക്കേണ്ടി വരുമ്പോൾ ബ്രിട്ടൻ അതിന് നൽകുന്ന സുരക്ഷ എന്ന് പറയുന്നത് ഞങ്ങൾ 24 മണിക്കൂറും ഉപഗ്രഹ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്.
ആ വിമാനത്തിനടുത്തേക്കോ വിമാനത്തിനകത്തോ എത്താൻ ശ്രമിച്ചാലും അതിനടുത്ത് ആര് വന്നു കഴിഞ്ഞാലും ഉടൻ ഇന്ത്യ അറിയുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾക്കതിൻ്റെ വിവരങ്ങൾ ലഭിക്കും എന്ന് ബ്രിട്ടൻ അവകാശപ്പെടുന്നു. എത്ര വലിയ അവകാശവാദങ്ങളാണെങ്കിലും മറ്റൊരു രാഷ്ട്രത്തിൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നയതന്ത്രപരമായിട്ട് അത്രയധികം വിലപിടിപ്പുള്ള ഒരു സാധനം മറ്റൊരു രാജ്യത്തിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ മറ്റൊരു രാജ്യത്തിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നതൊരു വസ്തുതയാണ്. ആ ഭയം ഉള്ളതുകൊണ്ടാണ് ബ്രിട്ടൻ ഇതെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുന്നത്. പലതവണ അവരത് നന്നാക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്ന ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇത് പൊളിച്ച് പീസാക്കിയിട്ട് അവർ കൊണ്ടുവരുന്ന വിമാനത്തിൽ കയറ്റി ചരക്ക് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അതിനിടയിൽ 2 തവണ ഈ വിമാനം ഇവിടെ നിന്ന് നന്നാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ലോറിയിൽ കയറ്റി വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഈ പറഞ്ഞ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന കപ്പൽ അവിടെ എത്തിച്ച് അതിലേക്ക് കയറ്റി കൊണ്ടുപോകണം എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നു. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ വന്ന ഘട്ടത്തിൽ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന കപ്പൽ വിഴിഞ്ഞത്തെത്തുകയാണെങ്കിൽ ലോറിയിൽ കയറ്റി അവിടെ കൊണ്ടുപോകുന്ന യുദ്ധവിമാനം അവിടെ നിന്നും സ്വാഭാവികമായിട്ടും ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ആ കപ്പലിലേക്ക് നമുക്ക് കയറ്റി വെക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ആ കപ്പൽ സ്വാഭാവികമായിട്ടും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാം എന്നുള്ളതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷനുകൾ പരീക്ഷിക്കുമ്പോഴും ബ്രിട്ടൻ അതൊന്നും വേണ്ട, ഞങ്ങളിത് നന്നാക്കി തിരിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരുന്നു. ഒരു വിമാനത്താവളത്തിൽ ഒരു വിമാനം സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഏത് തരം വിമാനമാണെങ്കിലും അത് അത്രയും ഭാഗം ഓക്യുപ്പൈ ചെയ്യുന്നതിന്, അത്രയും ഭാഗം അവർ ഉപയോഗിക്കുന്നതിന് ഒരു നിശ്ചിത വാടകയുണ്ട്. അദാനി ഗ്രൂപ്പിന് ഏകദേശം 27,000-നടുത്ത് രൂപയാണ് പെർ ഡേ ഇവർ വാടകയായിട്ട് നൽകാനുള്ളത്. പക്ഷേ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്രപരമായ പ്രതിരോധപരമായ എല്ലാ ഉടമ്പടികളും നിലനിൽക്കുന്നതിനാൽ 2 രാഷ്ട്രങ്ങളും തമ്മിൽ വളരെയധികം സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്നതിനാൽ അദാനി ഗ്രൂപ്പ് അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അദാനി ഗ്രൂപ്പ് അത് വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഭീമമായ ഒരു തുക എയർപോർട്ടിൽ അടയ്ക്കേണ്ടി വരുന്ന ഒരു കാര്യത്തിൽ നിന്ന് ബ്രിട്ടന് താൽക്കാലികമായിട്ട് രക്ഷ കിട്ടി എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബ്രിട്ടൻ്റെ യുദ്ധവിമാനം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ സൂക്ഷിക്കുമ്പോൾ അത് ബ്രിട്ടൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമാണ് എന്ന് പറയാൻ സാധിക്കില്ല. അത് ഇന്ത്യയുടെ കൂടി ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെ കരുതാം എന്നല്ല, ഇന്ത്യയുടെ കൂടി ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം 2 രാഷ്ട്രങ്ങളും തമ്മിൽ നയതന്ത്ര പ്രതിരോധ ഉടമ്പടി നിലനിൽക്കുന്നുണ്ട്. ഈ ഉടമ്പടി പ്രകാരം 2 രാഷ്ട്രങ്ങളുടെയും അകത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടൻ്റെയും ബ്രിട്ടനിൽ ഇന്ത്യയുടെയും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധ ഉപകരണങ്ങളോ പ്രതിരോധ മന്ത്രാലയം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോ സൂക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി അത് സംരക്ഷിക്കേണ്ട ബാധ്യത അതാത് രാഷ്ട്രങ്ങൾക്കാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കാണ് ബ്രിട്ടൻ്റെ ഈ യുദ്ധവിമാനം സൂക്ഷിക്കാനുള്ള ബാധ്യത മുഴുവൻ. ഇന്ത്യ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും ഈ യുദ്ധവിമാനം നന്നാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അത് പൊളിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് ബ്രിട്ടൻ എത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത. മറ്റൊരു രസകരമായൊരു കാര്യം, അവിടെ പാർക്ക് ചെയ്ത ആ വിമാനത്തെ പരസ്യത്തിന് വേണ്ടി കേരളത്തിലെ ടൂറിസം വകുപ്പ് തന്നെ ഉപയോഗിച്ചു എന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, കേരള ടൂറിസം തന്നെ ഈ യുദ്ധവിമാനത്തെ അവരുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ വന്നാൽ അത്ര പെട്ടെന്നൊന്നും ആർക്കും തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. സംശയമുണ്ടെങ്കിൽ F-35B യോട് ചോദിക്കൂ എന്ന്.